പറയുന്നതാണെങ്കിൽ അതേ മഹാനായ ഉമർ ഖാദി ഈ ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ കാല് ചവിട്ടിയിട്ടുണ്ട്. ഈ പള്ളിയുടെ ആദ്യകാലത്ത് ഇതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ആ പരിശുദ്ധ കരങ്ങളാലാണ് എങ്കിൽ മഹാനായ ഉമർ ഖാദിയെ പോലെ നിരവധി മഹാരഥന്മാർ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. അതാ ഈ സദസ്സും സ്റ്റേജും നിൽക്കുന്നതിന്റെ തൊട്ടകലെ അവിടെ കാണുന്നൊരു മഖബറ ഈ പ്രദേശത്ത് ജീവിച്ച വലിയൊരു സൂഫി വര്യന്റേതാണ്. അങ്ങനെ എത്രയെത്ര പാരമ്പര്യം ഇവിടെ നമുക്ക് ഓർക്കാനുണ്ട്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ ഞാൻ ഒരു ചടങ്ങിന് വരുമ്പോൾ കേരളത്തിന്റെ സൂഫി മണ്ഡലത്തിൽ നിറഞ്ഞിരുന്ന മഹാനായ ഇ കെ ഉമർ ഖാദിരി അവരുകളെ ഈ പള്ളിയിൽ വെച്ച് കണ്ടത് ഓർക്കുകയാണ്. എന്റെ അഭിവന്യ ഗുരു, മുസ്ലിം കേരളത്തിന്റെ ഗുരു ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവരുടെ ആഖിറം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനായ ശംസുൽ ഉലമാ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കേരളം കണ്ട പ്രധാനികളായ ആലിമീങ്ങളും സൂഫി വര്യന്മാരും ഔലിയാക്കളും ഒക്കെ പലപ്പോഴായി ഈ നാട്ടിൽ വരികയും അവരിൽ പലരും ഈ പള്ളിയുടെ പാർശ്വങ്ങളിൽ അന്ത്യവിശ്രമങ്ങളും ചെയ്യുന്ന ഇസ്ലാമിക പാരമ്പര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം, ഇവിടെ തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക മുന്നേറ്റം ഉണ്ടാകണം. യുവാക്കളിൽ ഇസ്ലാമിക ബോധം വേണം, ഇസ്ലാമിക പ്രവർത്തനം വേണം, വൈജ്ഞാനിക പ്രവർത്തനം വേണം. പ്രത്യേകിച്ച് മരിച്ചുപോയ നമ്മുടെ ആ ചെറുപ്പക്കാർ, അവരുടെ സ്മാരകങ്ങളായി ഈ രാജ്യത്തെ മറ്റു യുവാക്കളും അവരൊക്കെ പോയ ലോകത്തേക്ക് പോകേണ്ടവരാണ് എന്ന ഒരു ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മയുടെ മാർഗത്തിൽ കൈകോർത്തുകൊണ്ട് സഹായികളാകാനുള്ള സന്മനസ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.